അങ്ങനെ ഫൈനലി നമ്മുടെ പബ്ലിക് എക്സാം എത്താനായിട്ട് പോവാണ്. നമ്മൾ ഇത്രയും കാലം ഇനിയും പഠിക്കാൻ സമയമുണ്ടല്ലോ, ആ നേരത്തെ നോക്കാം. കാരണം ഫെബ്രുവരി ഉണ്ട്, ഫെബ്രുവരി കഴിഞ്ഞിട്ടല്ലേ പിന്നെ മാർച്ച് വരുള്ളൂ. അതിന് ഫെബ്രുവരിയിലൊക്കെ അവസാന നിമിഷത്തിൽ ഇരുന്ന് പഠിച്ചാലും എനിക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഇത്രയും നാളുണ്ടായിരുന്നു. പക്ഷെ മിസ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഫെബ്രുവരി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതേ മാർച്ചിൽ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഫൈനൽ എക്സാമിന്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും, അയ്യോ മിസ് ഇങ്ങനെ പേടിപ്പിക്കല്ലേ, ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഇവർ വിചാരിക്കണ്ടായിരിക്കും. സംഭവം പക്ഷെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ എന്റെ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് മിസ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇനി നമുക്ക് പഠിക്കാനായിട്ട് അത്ര കാര്യമായിട്ട് സമയമില്ല. പക്ഷേ ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ വേണ്ട. കാരണം നിങ്ങളിപ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്, ഏത് പഠിക്കണം, എവിടുന്നാ പഠിക്കേണ്ടത്, ഏത് പഠിക്കണം, എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ എൻ്റെ കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാവില്ല ഈ ഒരു സമയത്ത്. കാരണം നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. കുറേ പെൻഡിങ്ങുള്ള പോർഷൻസ് ഒക്കെ എന്താ ചെയ്യുക എന്നുള്ളത് അറിയണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്കൊരു സൊല്യൂഷൻ മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പൊ മിസ്സിന് വെറുതെ ഒരു വീഡിയോ കൂടെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇവന്റ് ആയിട്ട് അത് വെക്കുന്നുണ്ട്. ഈ താഴെ കാണുന്ന സമയത്ത് എൻ്റെ കുട്ടികൾക്ക് നമ്മളൊരു ഇവന്റ് വെക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഇവന്റ് എന്ത് ചെയ്യണം, എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം ഒരു ആശ്വാസം കിട്ടും. അതായത് നിങ്ങൾക്ക് ആ ഒരു ടെൻഷന്റെ ലെവൽ നിങ്ങൾക്ക് ആക്ച്വലി കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ ഇനി വെറുതെ കുറെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ ടെൻഷൻ മാറ്റി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റണം അല്ലെ. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് നമ്മൾ ആക്ഷനിലേക്ക് വരണം. എന്നാലാണ് നമുക്ക് ഇനിയുള്ള എക്സാംസുകളൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല രീതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് തന്നെ എൻ്റെ കുട്ടികൾ കറക്റ്റ് സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ലൈവ് അറ്റൻഡ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി എന്താണ് ചെയ്യേണ്ടത്. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് നമുക്ക് പാസ്സാവുന്നതിന് വേണ്ടി ഇപ്പൊ നമ്മുടെ 10ാം ക്ലാസ്സുകാരുടെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ള ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും. അതായത് ബാക്കിയുള്ളവർ വിചാരിക്കും ഓക്കെ ഞങ്ങൾ ഓൾ പാസ് ആയിട്ട് വിടുമല്ലോ, 10ാം ക്ലാസ്സുകാർ മാത്രം ടെൻഷൻ അടിച്ചാൽ പോരെ, ബാക്കിയുള്ള ക്ലാസ്സുകാരൊക്കെ ഓൾ പാസ് ആണല്ലോ മിസ്സേ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. മക്കളെ അങ്ങനെയല്ല, നമുക്ക് മിനിമം മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വട്ടം 8ാം ക്ലാസ്സുകാരെ തോപ്പിച്ചിട്ടില്ലേ, അതേപോലെ നിങ്ങളെയും തോപ്പിച്ചിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മിനിമം മാർക്കെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് മാക്സിമം ഇനിയുള്ള ദിവസങ്ങൾ നല്ല സെറ്റ് ആയിട്ട് പഠിക്കണം. മിസ് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല. നമുക്ക് ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും നമ്മുടെ എക്സാം വിന്നറിലെ എല്ലാ ഫാക്കൽറ്റീസും എല്ലാ ടീച്ചേഴ്സും എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഇനിയുള്ള ദിവസം ഈ ആ ഒരു ടെൻഷൻ നമുക്കൊന്ന് ചിരുന്ന് കുറച്ച് പേടികളൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ എന്നാലും ഒരുപാട് അങ്ങോട്ട് ഓവർ ടെൻഷൻ ഒന്നും ആയിപ്പോ ഉണ്ട്. നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് തീരുമാനിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ വേണം. അപ്പൊ അതെല്ലാതും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടെ എൻ്റെ കുട്ടികൾക്ക് ആ ഒരു ലൈവ് കണ്ട് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനും കൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മളങ്ങനെ തളർന്നു പോവാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിക്ക് മാക്സിമം ആ ഒരു വാശിയോട് കൂടെ പഠിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ മറക്കാതെ കറക്റ്റ് സമയത്ത് ലൈവ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഡേറ്റും ടൈമും ഒക്കെ മിസ്സോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.